ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയുടെ പറയാൻ പോകുന്നത് ഹുണ്ടായി i10 ആണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മൈലേജ് തീരെ കുറവ്, അതാണ് കംപ്ലൈൻറ്റ്. മെയിനായിട്ടുള്ള കസ്റ്റമർ കംപ്ലൈൻറ്റ് മൈലേജ് തീരെ കുറവാണ് എന്നുള്ളൊരു കംപ്ലൈൻ്റാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. പക്ഷേ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് ഇതിന് ക്ലച്ചിന് ഭയങ്കരമായിട്ടുള്ള ടൈറ്റ് ഉണ്ടായിരുന്നു. അതിന് നമ്മൾ ക്ലച്ച് നമ്മൾ ചവിട്ടുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സ് അഴിച്ചു വെച്ചിട്ടുണ്ട്. മെയിനായിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജ് കുറവാണ് കംപ്ലയിൻ്റ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ നല്ലപോലെ കാല് കൊടുക്കുന്ന സമയത്ത് ചെറുതായിട്ടുള്ള എൻജിൻ റേസ് വണ്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മെയിനായിട്ടുള്ള ഒരു കാരണമാണ്. ക്ലച്ച് ടൈറ്റായി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ക്ലച്ച് ഡിസ്ക് ഏകദേശം തീരാറായിരിക്കുന്ന ഒരു കണ്ടീഷനാണ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഗിയർ ബോക്സ് അഴിച്ചു വെച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ഭാഗത്തോട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഗിയർ ബോക്സ് താത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഗിയർ ബോക്സ് അഴിച്ചു വെച്ചിട്ടുണ്ട്, ക്ലച്ചും അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗത്തേക്ക് നോക്കാം. അപ്പോൾ ഈ ക്ലച്ച് ടൈറ്റ് ആവാനുള്ള മെയിൻ കാരണം ഇതാണ്, ഇതിൻ്റെ റിലീസ് ബെയറിങ് വരുന്നത്. ഈ റിലീസ് ബെയറിങ്ങിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് പൊടി അഴുക്കും ഒക്കെ നിൽക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഗിയർ ബോക്സിൻ്റെ സൈഡ് മൊത്തം പൊടി അഴുക്കും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഈ ക്ലച്ച് തീരുന്ന പൊടിയാണ് ഈ കാണുന്നത് മൊത്തം. ക്ലച്ച് ഡിസ്ക്, അതായത് ഈ ഡിസ്ക് തീരുന്നതിൻ്റെ പൊടിയാണ് ആ കാണുന്ന പൊടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഇതിൻ്റെ ഇടയ്ക്കോട്ട് കയറിയിരിക്കും. കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്ലച്ച് നമ്മൾ ചവിട്ടുന്ന അവസരത്തിൽ ഇങ്ങനെയാണിത് വർക്കാവുന്നത്. അപ്പോൾ ഇങ്ങനെ വർക്കാവുന്ന സമയത്ത് ഇങ്ങോട്ട് നോക്കിയാൽ ഈ താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ താഴോട്ട് റിലീസ് ചെയ്യുന്ന സമയത്തുള്ള സൗണ്ട് ശ്രദ്ധിച്ചു നോക്കാം. ഈ ഒരു ക്രിക്ക് എന്നുള്ളൊരു സൗണ്ട് കേൾക്കുന്നത് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ പൊടി കയറി ഇരുന്നിട്ട് ഫുള്ളായിട്ട് ജാമായിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ നിരങ്ങിയാണ് റിലീസ് ബെയറിങ് താഴോട്ട് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോഴും ഈ പൊടിക്കകത്തിൽ കൂടെയാണ് ഫ്രണ്ടിലോട്ടും റിലീസ് ബെയറിങ് വരുന്നത്, അതായത് ഇങ്ങനെ വർക്കാവുന്ന അവസരത്തിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പൊടി ഇരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ടൈറ്റായി ചിലപ്പോൾ കേബിൾ വരെ പൊട്ടിപ്പോകാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ടാവും. അഥവാ കേബിൾ പൊട്ടിയില്ലെന്നുണ്ടെങ്കിൽ ക്ലച്ച് ഫുള്ളായിട്ട് തീർന്ന് വണ്ടി വഴി കിടക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കൂടാതെ തന്നെ ഇതിൻ്റെ ബെയറിങ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഫുള്ളായിട്ട് മൂളി ചെയ്യാം. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഇളക്കവും ഈ റിലീസ് ബെയറിങ്ങിന് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കാം. ക്ലച്ച് ഇത് ഫ്ലൈ വീൽ സൈഡാണ് വരുന്നത്. അപ്പോൾ ഈ സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളായിട്ട് റിവിറ്റ് ഏകദേശം മുട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് വന്നേക്കുന്നത്. ഇത് നോക്കിയാൽ മനസ്സിലാവും, ഫുള്ളായിട്ട് റിവിറ്റ് മുട്ടിയില്ല എന്നും പറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് ഫുള്ളായിട്ട് ക്ലച്ച് തീർന്നു. ഇനിയും വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വഴി കിടക്കാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ മറു സൈഡ് നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ പ്രഷർ പ്ലേറ്റ് സൈഡ്. ഈ സൈഡിലോട്ട് നോക്കിയാൽ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഫുള്ളായിട്ട് തീർന്നിരിക്കുന്ന ഒരു അവസ്ഥയും കാര്യം. അതായത് കറക്റ്റ് ഓപ്പണിനായി കുറച്ചുകൂടെ ഓടി ഒരു ശകലം കൂടെ കിലോമീറ്റർ ഓടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവിറ്റ് മുട്ടാൻ തുടങ്ങും. ഈ ഭാഗത്തോട്ട് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫുള്ളായിട്ട് റിവിറ്റ് മുട്ടിയില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രഷർ പ്ലേറ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഫുള്ളായിട്ട് തടം വീണ് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ വെട്ട് കണ്ടു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് സ്ക്രാച്ച് വീണ്, അതുപോലെ തന്നെ ഇതിൻ്റെ പൊളച്ചിലും വന്നിട്ടുണ്ട്. അതായത് ക്ലച്ച് തീർന്ന് കിടക്കുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ക്ലച്ച് മാറേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞിരിക്കുകയാണ് ക്ലച്ച് മാറാനുള്ളത്. അതായത് ഫുള്ളായിട്ട് റിവിറ്റ് ഇവിടെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിംഗർ നല്ല രീതിയിലുള്ള തേയ്മാനം നമുക്ക് കാണാനായിട്ട് സാധിക്കും. വളഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഫിംഗർ ഇത്രയും ഭാഗം കട്ടായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കട്ടായി പോകുന്ന ഒരു അവസരത്തിൽ നമ്മൾ പിന്നെ ഈ ക്ലച്ചിൻ്റെ ഒരു ടൈറ്റ് വന്നിട്ട് അത് കറക്റ്റ് കേബിളിൻ്റെ ആണോ അതോ ക്ലച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്ന് നോക്കി കറക്റ്റായിട്ട് തന്നെ ക്ലച്ച് മാറുക. ഇല്ലെന്നുണ്ടെങ്കിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിംഗറൊക്കെ ഒടിഞ്ഞു പോയി, ഇത്രയും തേയ്മാനം വന്ന ഫിംഗർ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലച്ച് ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതുപോലെ ഇതിന് ഉള്ളിലുള്ള പൊടിയും കാര്യങ്ങളും മാറ്റേണ്ടതായിട്ടുണ്ട്. ക്ലച്ച്, പ്രഷർ പ്ലേറ്റ്, അതുപോലെ റിലീസ് ബെയറിംഗ് ഇതെല്ലാം നമുക്ക് മാറ്റി എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കി ഹുണ്ടായി ഇയോണിൻ്റെ
മൈലേജ് പ്രോബ്ലത്തെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുക. അപ്പോൾ ക്ലച്ച് തീരാറായിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ റൈസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മൈലേജ് ഷോർട്ടേജ് ഉണ്ടാവും. അത് കറക്റ്റായിട്ട് നോക്കുക, ക്ലച്ചിൻ്റെ ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് കറക്റ്റായിട്ട് നോക്കുക. ക്ലച്ചിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ അത് മാറ്റി വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മൈലേജ് ഷോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ വണ്ടി വഴി കിടക്കുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.